ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ തണ്ണീർക്കോടാണ്. തട്ടാൻ ഭാസ്കരൻ്റെ തണ്ണീർക്കോട്. എൻ്റെ കൂടെ ഉള്ളത് അറിയാലോ, ദിലീനുണ്ട്, ഉത്തമേട്ടനുണ്ട്. അപ്പോൾ ഈ വഴി വന്നപ്പോൾ നമുക്ക് ഉത്തമേട്ടനെ കാണാൻ പറ്റി. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ തട്ടാൻ ഭാസ്കരൻ്റെ കടയൊക്കെ ഉണ്ട് അവിടെ ഉള്ളത്. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ അടുത്ത് ദിലീൻ പറഞ്ഞു ഒരു കൊടക്കല്ലുണ്ടെന്ന് പറഞ്ഞു. കൊടക്കല്ലൊക്കെ നമുക്ക് വളരെ അങ്ങനെ എപ്പോഴും കാണാൻ പറ്റില്ല, റെയറായിട്ടേ കാണുള്ളൂ. അപ്പോൾ ഈ കൊടക്കല്ലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കൊടക്കല്ലെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം, അറിയാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അത് ഇവിടെ തണ്ണീർക്കോട് അടുത്താണ് ഉള്ളത്. അതെ, ഇവിടെ അടുത്താണുള്ളത്. അപ്പോൾ ആ ഒരു കുഞ്ഞു വീഡിയോ ആണ്. കൊടക്കല്ലെന്ന് പറയുമ്പോൾ ഒരുപാട് ചരിത്രം, പണ്ടത്തെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ കൊടക്കല്ലുകളൊക്കെ ഒരുപാട് വലിയ സ്ഥാനമുണ്ട്. കേരളപ്പിറവി കഴിഞ്ഞിട്ടുള്ള ചരിത്രം. അതെ, അതാണ്. അപ്പോൾ അങ്ങനെ ആ കൊടക്കല്ലിൻ്റെ ചരിത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശ്രീജിത്ത് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് അങ്ങോട്ട് പോകാം, കുറച്ച് അങ്ങോട്ട് പോകാനുണ്ട്, അങ്ങോട്ട് പോകാം അല്ലേ. അങ്ങനെ നമ്മൾ നമ്മുടെ ഈ ഉത്തമേട്ടൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. അത് തണ്ണീർക്കോട് അടുത്ത് തന്നെയാണ്. തണ്ണീർക്കോട് തന്നെയാണ് അല്ലേ? തണ്ണീർക്കോട് ഏതാണ്? തൊഴൂക്കര. അപ്പോൾ അവിടെ എത്തി. ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണേ. ആ കാണുന്നതാണ് കൊടക്കല്ല്, ദൂരെ കാണുന്നത് കണ്ടോ. എന്താല്ലേ പാടത്തിൽ തനി നാടൻ. ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ കുറച്ച് ബൈക്കിൽ ഉള്ളിലേക്ക് വരണുണ്ട്. എനിക്ക് കറക്റ്റ് റൂട്ട് പറഞ്ഞു തരാൻ അറിയില്ല. കുറച്ച് ഉള്ളിലേക്ക് വരണത്. പക്ഷേ ഇപ്പോൾ കണ്ടോ നല്ല പച്ചപ്പ്, പാടത്തൊക്കെ ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് ടൈമാണ് ഇപ്പോൾ. അതെ, നവംബറിൽ കൊടക്കല്ല് വന്ന് കാണാൻ പറ്റിയ സമയമാണ്. കാരണം ആ പച്ചപ്പും എല്ലാം കൂടി. നമുക്ക് ഇനി അടുത്തേക്ക് പോകാൻ പറ്റും ഇവിടുന്ന്. അങ്ങനെ പോവാം അല്ലേ? എന്നാ നമുക്ക് അടുത്തേക്കൊന്ന് പോയി നോക്കാം. ഈ കൊടക്കല്ലിൻ്റെ കണ്ടോ എന്താ ഭംഗി അറിയോ. അത് ഈ കൊടക്കല്ല് പറയുന്ന സാധനം ഇത് പണ്ടത്തെ ആ ഒരു ആളുകളെ അതാണോ അത് അല്ലേ? നമ്മുടെ മഹാശിലായുഗ കാലത്തെ നിർമ്മാണങ്ങളാണ് ഇതൊക്കെ. മഹാശിലായുഗ കാലത്തെ നിർമ്മാണങ്ങളാണ്. അത്രയും ഏൻഷ്യൻ, സയൻസുമായി ബന്ധപ്പെട്ടിട്ട് 3000 കൊല്ലം മുന്നത്തെ ചരിത്രമുണ്ട് അല്ലേ? അത് പറയുന്നുണ്ട്. അതെ, നോക്കട്ടെ. ഇത് കണ്ടോ, ഇതിൽ ആളെ മറയ്ക്കുന്ന സംഭവമാണ്. അതായത് കണ്ടോ ചുറ്റിനും എത്ര മാക്സിമം എനിക്ക് അടുത്ത് പോകാൻ പറ്റുള്ളൂ. കാരണം ഇത് പാടത്തിൻ്റെ നടുക്കാണ്. ഇതൊക്കെ കല്ലുകൊണ്ട് മറച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് നീ പറഞ്ഞോ? ദിലീനാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ചരിത്രം ഇതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ ദിലീൻ പറഞ്ഞു തരും കേട്ടോ, ഇതിൻ്റെ ചരിത്രം പറഞ്ഞു തരും. AD 2-ാം നൂറ്റാണ്ടിനൊക്കെ മുൻപാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. കൊടക്കല്ലുകൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ കുന്നംകുളം അടുത്ത് ചിറമനയൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഇതിൻ്റെ ഒരു വലിയ ശേഖരമുണ്ട്. ശേഖരം എന്ന് പറഞ്ഞാൽ അത് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണെന്ന് തോന്നുന്നു. അവിടെ ഏകദേശം 50ഓളം 60ഓളം കൊടക്കല്ലുകൾ, തൊപ്പിക്കല്ല്, അങ്ങനത്തെ കല്ലുകളുണ്ട്. ഒരു വലിയൊരു ഏരിയയാണ്, സംരക്ഷിത വലയത്തിൻ്റെ ഉള്ളിലുള്ളതാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരുപാട് കൊടക്കല്ലുകൾ കാണാൻ കഴിയും. പിന്നെ ഇവിടെ കൊടക്കല്ലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് പഴയ കാലത്ത് മഹാശിലായുഗ കാലഘട്ടത്തിൽ ഒരു 3000 കൊല്ലം മുൻപൊക്കെ കൊടക്കല്ലുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. കുത്തനെ നിർത്തിയ ഒരു 3-4 കല്ലുകൾക്ക് മുകളിൽ ഒരു തൊപ്പിയുടെ ഷേപ്പിൽ അല്ല ഒരു കൂണിൻ്റെ മുകളിലത്തെ ആ ഒരു ഷേപ്പിലുള്ള കല്ല് വെച്ചിരിക്കുന്നതാണ് കൊടക്കല്ല്. അപ്പോൾ മുൻകാലങ്ങളിലെ ഈ പ്രായമായ ആളുകൾ, പ്രത്യേകിച്ച് ഗോത്രത്തലവന്മാർ, അതുപോലെ അന്നത്തെ കമ്മ്യൂണിറ്റിയിൽ കുറച്ച് ഉയർന്നു നിൽക്കുന്ന ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആദരസൂചകമായിട്ടാണ് കൊടക്കല്ലുകൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു മരണശേഷം അവരെ ഒരു നന്നങ്ങാടിയുടെ ഉള്ളിലാക്കിയിട്ട്, നന്നങ്ങാടി പറയും. നന്നങ്ങാടി എന്ന് പറയുന്നത് വേറെയാണ്, നമ്മുടെ ഒരു ഭരണിയുടെ ഷേപ്പിലുള്ള, അതും ഇതുപോലെ ആളുകളെ മറവ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ നന്നങ്ങാടിയുടെ ഉള്ളിലാക്കിയിട്ട് ആളുകളെ ഇതിൻ്റെ താഴെ മറവ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു 3 കല്ലുകൾ കുത്തനെ, 3-4 കല്ലുകൾ കുത്തനെ നിർത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു ഷേപ്പിലുള്ള കല്ല് വെച്ച് ഇങ്ങനെ കാണുന്ന ഒരു ഇതിനെയാണ് നമ്മൾ കൊടക്കല്ല് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ വേറെ രൂപാന്തരങ്ങളുണ്ട്, കൊടക്കല്ല്, തൊപ്പിക്കല്ല്, അതിനൊക്കെ ഷേപ്പിലാണ് മാറ്റം വരിക അല്ലേ? ഇത് ഈ ഷേപ്പിൽ കാണുന്നത് ഒരു കൊടക്കല്ല് വരുമ്പോൾ ഈ കൊടക്കല്ല് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് മുകളിലൊരു കൊട പോലത്തെ ഒരു കല്ല്, താഴെ ഇങ്ങനെ 5-6 പില്ലർ പോലത്തെ ഒരു കല്ല് വെച്ചിട്ട് ഇതാക്കിയിരിക്കും. അപ്പൊ അതിന്റെ ഉള്ളിലാണ് ആളെ, അതിന്റെ താഴെ അപ്പോൾ പല സ്ഥലങ്ങളിലും ഇതുപോലെ കൊടക്കല്ലുകൾ കണ്ടെടുത്ത സ്ഥലങ്ങളിൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ
ഇവർ വന്നിട്ട് പുരാവസ്തു വകുപ്പിൻ്റെ ആളുകൾ വന്നിട്ട് ഈ കൊടക്കല്ല് താൽക്കാലികമായിട്ട് എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ താഴത്തെ കല്ല് എടുത്ത് മാറ്റി അതിൻ്റെ ഉള്ളിൽ നന്നങ്ങാടി എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്താ വെച്ചാൽ പഴയ ഈ ആളുകൾ മരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഗോത്ര തലവന്മാരൊക്കെ അവർക്ക് ആദര സൂചകമായിട്ടാണല്ലോ അത് കൊടുക്കാന്ന് പറഞ്ഞത്. അപ്പോൾ അവർ മരിക്കുന്ന സമയത്ത് അവർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ ഇല്ലെങ്കിൽ അവരുടെ വസ്ത്രങ്ങൾ, നാണയങ്ങൾ, അങ്ങനെ അതൊക്കെ അതിൻ്റെ ഒപ്പം നിക്ഷേപിക്കും. അപ്പോൾ അതൊക്കെ കണ്ടെടുക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും വേണ്ടിയിട്ട് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. പല സ്ഥലങ്ങളിലും അങ്ങനെ കൊടക്കല്ല് കണ്ടെടുത്ത ഇടങ്ങളിൽ നിന്ന് അതൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അതെ അതെ, എന്തൊരു പോസിറ്റീവ് വൈബാണ് ഇവിടെ നിൽക്കുമ്പോൾ. പിന്നെ കൊടക്കല്ല് ഇവിടെ അടുത്ത് ഇനി ഓങ്ങല്ലൂർ അടുത്തൊരു കൊടക്കല്ല് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊരു കാട് മൂടിയിരിക്കുന്നു, ഒരു ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ടാണ്. ഇതുപോലെ കുന്നംകുളം ഉണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷെ ഇവിടെ കൊടക്കല്ലുകൾ പിന്നെ റോഡ് സൈഡിൽ പല സ്ഥലങ്ങളിലും ഉണ്ട്. പിന്നെ അതുപോലെ കൊടക്കല്ല് എന്ന് പറഞ്ഞ പേരിലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ സ്ഥലത്തിന് ആ പേര് വന്നതിനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ കൊടക്കല്ലുകൾ കണ്ടെടുത്തിട്ടുണ്ട്. പിന്നെ പല ആളുകളുടെ പറമ്പില്, പ്രൈവറ്റ് ഏരിയകളിലൊക്കെ കൊടക്കല്ലുണ്ട്. ഇവിടെ നമുക്ക് പാടത്താണ്. ഇവിടുത്തെ ഒരു പ്രത്യേക ഭംഗി എന്ന് പറഞ്ഞാൽ പാടത്തിന്റെ നടുക്കാണ് ഈ കൊടക്കല്ല്. കാണാൻ അത്രയും ഭംഗിയാണ്. അതായത് പക്ഷെ ഇതിപ്പോ ഒരു പ്രൈവറ്റ് ഒരു സാധാരണ ഒരു പറമ്പിലാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു വൈബിത്ര ഒരു ഭംഗി ഇവിടെ കിട്ടില്ല. ഇത് കാണാൻ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പഠിക്കാൻ വിദ്യാർത്ഥികൾ, കുട്ടികൾ, അധ്യാപകരൊക്കെ സ്ഥിരം ഇവിടെ വരാറുണ്ട് എന്ന് ഇവിടുത്തെ ആളുകൾ നമ്മളോട് പറയാറുണ്ട്. അതാണ് ഇത് കണ്ടോ, ഇതിന് ചുറ്റുമുള്ള കാഴ്ചകൾ ഇതിപ്പോൾ കൊടക്കല്ല് ഇത് എത്രയും ഫ്രെയിമിലുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് വീടുകൾ, പിന്നെ ഇത് എവിടെയൊക്കെ വീടുകളാണ്. ഇത് കണ്ടോ, പാടം നല്ല പച്ചയായിട്ട് നിൽക്കുമ്പോൾ എന്തൊരു ഭംഗി അറിയും കാണാൻ. ഇതിലിനെ എന്തൊരു ഭംഗി അറിയും. കാരണം ഇവിടെ നിൽക്കുമ്പോൾ ഒന്നാമത് കിളികളുടെ സൗണ്ട്, കാറ്റ്, നല്ല പച്ചപ്പ്, വെള്ളം ഒഴുകുന്ന സൗണ്ട്, വേറെ ഒരു വണ്ടിയുടെ സൗണ്ടില്ല, വേറെ മനുഷ്യന്മാരുടെ ഒന്നും സൗണ്ടില്ല, ബഹളം ഒന്നുമില്ല. കാമായിട്ട് നിന്ന് ഒരു വല്ലാത്തൊരു വൈബ് കിട്ടും അവിടെ വന്നപ്പോൾ. കാരണം ആ കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ ലോകത്ത് നമുക്ക് ഇത്രയും സമാധാനം വേണം എന്ന് പറഞ്ഞിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം അല്ലേ. അടിപൊളി. പിന്നെ എന്താ വെച്ചാൽ ഇത് കുറച്ച് ഉള്ളിലായതുകൊണ്ടാണ് വല്ലാതെ ആളുകൾ ഇങ്ങോട്ട് അടുത്ത് വരാത്തത്. വഴി കണ്ടുപിടിക്കാൻ ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതാണ്, കുറച്ച് ഉള്ളിലാണ്. അത് നല്ല ഉള്ളിൽ വേണം. ബൈക്ക് കൊണ്ടൊക്കെ വരാൻ പറ്റില്ല, അത്രയും ഇടുങ്ങിയ വഴിയാണ്. ബൈക്ക് കൊണ്ട് മാത്രമേ വരാൻ പറ്റില്ല, അതും കുറച്ച് കഷ്ടപ്പെട്ടിട്ട് വേണം വരാൻ. പിന്നെ നടന്ന് പാടത്തു കൂടെ നടന്നിട്ട് വരാം. പക്ഷെ കണ്ടുപിടിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. തൊഴുക്കര എന്നാണ് ഇതിന്റെ സ്ഥലപ്പേര് തോന്നുന്നു. തൊഴുക്കര തണ്ണീർക്കോട് അടുത്ത് തന്നെയാണ്. തണ്ണീർക്കോട് സെന്ററിൽ നിന്ന് 1 കിലോമീറ്റർ ഇല്ല അല്ലേ. AD 2-ാം നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇത്തരം നിർമ്മിതികളൊക്കെ ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമുണ്ട്, 2-ാം നൂറ്റാണ്ടിന് മുൻപൊക്കെ ഇവിടെ ഈ ഒരു നാട്ടിൻപുറത്തൊക്കെ ആളുകൾ ജീവിച്ചിരുന്നു എന്നുള്ളത്. അത് നമുക്കും വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ്. ഒരുപക്ഷെ അതിനൊക്കെ ശേഷം വന്നതായിരിക്കാനും വഴിയുണ്ട്. അപ്പോൾ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. എന്നുവെച്ചാൽ അത്രയും കാലങ്ങൾക്ക് മുൻപ് തന്നെ ഇതുപോലുള്ള നിർമ്മാണ രീതികളൊക്കെ ആളുകളുടെ കൈവശം ഉണ്ടായിരുന്നു. അന്നത്തെ ആളുകളും ഇതുപോലുള്ള ഇതൊരു എന്താ പറയുക അല്ലേ, നമ്മൾ കലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലോ. അപ്പോൾ അന്നത്തെ ആളുകളിലും അതിനോടുള്ള ഒരു ആഗ്രഹം, ഇതുപോലുള്ള നിർമ്മാണ രീതികൾ ഒക്കെ അവരുടെ കൈവശം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളം കൂടിയാണ് ഈ കൊടക്കല്ല്. അപ്പോൾ അതാണ് ഈ കൊടക്കല്ലിന്. ദിലീനാണ് ആദ്യം എനിക്ക് ഫോട്ടോ കാണിച്ചു തന്നത്. ദിലീനൊരു ഇതൊക്കെ റീലൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ, റീൽസ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അല്ലേ. ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം ID പറ. ദിലിൻദാസ്.5 അതാണ് ഇൻസ്റ്റാഗ്രാം ID ഇട്ടാ. അവൻ്റെ ഇതിലിൻ്റെ ഐഡിയിലൊന്ന് പോയി നോക്കിയാൽ അറിയാം. ഒരുപാടുണ്ട്, ഇത് മാത്രമല്ല ഒരുപാട് നല്ല നല്ല റീൽസ് ഉണ്ട് അതിൽ, പഴയ സ്ഥലങ്ങളുടെ. അപ്പോൾ അതൊന്ന് എടുത്ത് നോക്കി ഫോളോ ചെയ്യുക കേട്ടോ. ഇൻസ്റ്റാഗ്രാം ഇത് എത്ര 1 മില്യൺ അടിച്ചിട്ടുണ്ടല്ലോ ഒരെണ്ണം, ഏതോ ഡാൻസ് വീഡിയോ എന്തോ അല്ലേ. അതെ. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് ഇവിടുത്തെ കൊടക്കല്ലിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പഴമ നിറഞ്ഞ കൊടക്കല്ലും കാഴ്ചകളും. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു കൊടക്കല്ലും കാഴ്ചകളും? അതിൻ്റെ ചരിത്രവും ഒരുപാട് പറഞ്ഞുതരാൻ പറ്റി. ഇതേമാതിരി ഒരുപാട് ചരിത്രങ്ങൾ നിറഞ്ഞ സ്ഥലങ്ങൾ ഇനിയും പരിചയപ്പെടാൻ നമുക്ക്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശ്രീജിത്ത് വ്ലോഗ് എന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഒപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്യുക. കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ ചാനലിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.